ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നിങ്ങളിതാ എൻ്റെ പിറകെ കാണുന്നത് ഒരു 1.5 4 സിലിണ്ടർ പോളോ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡ് പറയാനല്ല ഞാൻ വന്നേക്കുന്നത്. സാധാരണ പോളോയോ അല്ലെങ്കിൽ വെൻറ്റോയോ പോലുള്ള വാഹനങ്ങൾ കയ്യിലിരിക്കുന്നവർ ചെറിയ രീതിയിൽ ഇത്തിരി റാഷ് ഡ്രൈവും ഇത്തിരി മോശമായിട്ടൊക്കെ ഓട്ടിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു പണിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 8 അല്ല 10 അല്ല 18 അല്ല, ചിലപ്പം അതിക്ക് മേലെ പണി കിട്ടും. വണ്ടിയൊക്കെ സ്ട്രോങ് ആണ്, പക്കാണ്, ഇടിച്ചാലൊന്നും ഒന്നും സംഭവിക്കത്തില്ല, എല്ലാം ശരിയാണ്. പക്ഷേ കയ്യിൽ നിന്ന് നല്ലോണം കാശിലവാകും. അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഒരു വാഹനത്തിന് വലിയൊരു പ്രശ്നമുണ്ട്. അത് വലിയൊരു നെഗറ്റീവായിട്ട് തന്നെ കണക്കൂട്ടാം. അതിനേക്കാൾ വലിയൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്. പക്ഷേ വലിയ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പം അത് വലിയൊരു പോസിറ്റീവായിട്ടും, ചെറിയ തട്ടുമുട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഹമ്പ് ചാടുമ്പം അടിയിടിക്കുക അങ്ങനെയുള്ള കേസിട്ട് വരുമ്പം അത് വലിയൊരു നെഗറ്റീവ് സൈഡും. അത്തരത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു കേസിട്ട് വരുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു പോളോയുടെ ഇൻ്റർകൂളറാണ്. കേട്ടോ, ഈ ഒരു ഇൻ്റർകൂളർ നമ്മൾ റീപ്ലേസ് ചെയ്ത് പുതിയത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഇൻ്റർകൂളർ ലീക്കാണ്. ലീക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓയിൽ വരുന്ന കേസിട്ടൊന്നുമില്ല. ടർബോയിൽ നിന്ന് കംപ്രസ് ചെയ്ത് വരുന്ന എയർ ഈ ഒരു ഇൻ്റർകൂളറിൽ വെച്ച് ലീക്ക് ആവുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ കറുത്ത പുക വരുന്നുണ്ട്. ഈ ഇൻ്റർകൂളർ ലീക്ക് ആവാൻ പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട്. എന്താണെന്നല്ലേ? അപ്പോൾ നമ്മൾ മാറിയ പുതിയ ഇൻ്റർകൂളർ ഇതാണ്. ഈ ഇൻ്റർകൂളറിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. 4000 രൂപയ്ക്കകത്ത് മാത്രമാണ് ഈ ഒരു ഇൻ്റർകൂളറിന് ഷോറൂമിൽ വില. അപ്പോൾ നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കുന്നത് OEM സാധനം തന്നെയാണ്. ഈ ഇൻ്റർകൂളർ മാറേണ്ടി വന്നൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ കാണുന്ന യൂണിറ്റ് ഉണ്ടോ, ഈ കാണുന്ന സെറ്റ് മൊത്തത്തിൽ ഈ ഒരു യൂണിറ്റ് മൊത്തത്തിൽ പ്ലാസ്റ്റിക്കാണ്. അതും വെറും പ്ലാസ്റ്റിക്, അതായത് ഫൈബറാണ് വരുന്നത്. കാരണം വെച്ചാൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ആ ഇമ്പാക്റ്റ് അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്ലാസ്റ്റിക് പൊട്ടിക്കൊടുക്കുമ്പോഴത്തേക്ക് ഒരിടത്ത് കിട്ടുന്ന ഇമ്പാക്റ്റ് ആ പൊട്ടുന്ന ഭാഗം വെച്ച് ഇല്ലാണ്ടാക്കും. അതാണ് ഒരു കൺസെപ്റ്റ്. പക്ഷേ ഇവിടെ വരുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ മിക്കവാറും കുണ്ടും കുഴിയും ചപ്പാത്തും നമ്മളെ റോഡൊക്കെ വളരെ മോശമാണ്. അതിലും മോശമായിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരുപക്ഷെ ഇത്തരം വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ റോട്ടിൽ കൂടെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അടിയിടിക്കുക, എവിടെയും ചപ്പാത്തി കൊണ്ടു ചെന്നിട്ട് ചപ്പാത്തിൽ കൊണ്ടു ചെന്ന് ഇടിച്ച് കയറ്റുമ്പോഴത്തേക്ക് അടിയിടിക്കുക, അതല്ലെങ്കിൽ ഹമ്പൊക്കെ കയറി ഡുമ്മെന്നും പറഞ്ഞ് ചാടി അടിക്കുക. ഇതൊക്കെ ഞാൻ സ്ഥിരം റോട്ടിൽ വെച്ചിട്ട് ഞാൻ കാര്യമായിട്ട് പറയട്ടെ, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ പോളോ പോലുള്ള ഏതെങ്കിലും വണ്ടിയുമായിട്ട് നല്ല പച്ച റോട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു പീസ് ഫൈബറാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു പീസ് പ്ലാസ്റ്റിക് അല്ല, ഇത് നല്ല ഇരുമ്പാണ്. ഇത് ഫ്രെയിമിൽ നേരെ വരുന്ന ഐറ്റമാണ്. എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് നേരിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളെ ബമ്പർ, ഈ ഒരു വാഹനത്തിൻ്റെ ബമ്പറിൻ്റെ പൊതുവെ നല്ല കട്ടിയായിരിക്കും. ആ ബമ്പറിൻ്റെ ഇമ്പാക്റ്റും കഴിഞ്ഞ് ഇതും തകർത്ത് വേണം ഉള്ളിലേക്ക് വരാൻ. പക്ഷേ നിങ്ങൾ വല്ല കുറ്റിയിലോ അല്ലെങ്കിൽ ചെറിയ കല്ലിലോ എന്തെങ്കിലും സാധനത്തിൽ ഇത്തിരി പൊക്കമുള്ള കല്ലിലോ വല്ല സർവേ കല്ലിലോ കൊണ്ടു ചെന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ ഹമ്പ് ചാടിയോ അല്ലെങ്കിൽ വല്ല ഞാൻ നേരത്തെ പറഞ്ഞ ചപ്പാത്തി കൊണ്ടു ചെന്ന് ഇടിച്ച് കയറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അടി ഇടിക്കുന്നൊരു സാഹചര്യം വന്നാൽ ഉറപ്പായിട്ടും നല്ല കിണ്ണം പണി കിട്ടും. ഈ ഒരു വണ്ടിക്ക് തൽക്കാലം വലിയ രീതിയിലുള്ള പണി കിട്ടിയിട്ടില്ല. ഇതിപ്പം കുറേ വണ്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണക്ക് വർക്കിന് കുറേ വണ്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സാധനം നമ്മൾ ഇവിടെ കണ്ട ഒട്ടിച്ച് സെറ്റാക്കി വെച്ചേക്കുകയാണ്. കാര്യം വെച്ചാൽ ഇവിടെ രണ്ടായിട്ട് ഒടിഞ്ഞ് ഇത് തൂങ്ങിപ്പോയൊരു സാധനമാണ്. അതായത് ഈ ഒരു ഭാഗം ഫുള്ളും തൂങ്ങിപ്പോയതാണ്. ഇതിൻ്റെ പേരാണ് റേഡിയേറ്റർ സപ്പോർട്ടർ അല്ലെങ്കിൽ റേഡിയേറ്റർ ഹോൾഡർ. നമ്മളെ പോളോയുടെ കേസിൽ ഈ ഒരു റേഡിയേറ്റർ സപ്പോർട്ടിലാണ് ഇതിൻ്റെ നമ്മളെ AC കണ്ടൻസർ, അത് കണക്കിന് ഇൻ്റർകൂളറൊക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും രീതിയിൽ അടി ഇടിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് എന്തെങ്കിലും രീതിയിൽ ഇമ്പാക്റ്റ്, ഈ ഒരു ഭാഗത്തായിട്ട് ഇമ്പാക്റ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. ചിലർ പറയും ഇത് കാർബൺ ഫൈബറൊക്കെ ആണെന്നുള്ളത്. എനിക്കറിയത്തില്ല, എനിക്ക് കണ്ടിട്ട് കാർബൺ ഫൈബർ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം ഈ ഒരു ഐറ്റത്തിന് എന്തെങ്കിലും ഇമ്പാക്റ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഉള്ളിൽ വരുന്ന റേഡിയേറ്റർ, അത് കണക്കിന് കണ്ടൻസർ, അതുപോലെ തന്നെ ഇൻ്റർകൂളർ, സ്വാഭാവികമായിട്ട് കൂടുതലും ഇൻ്റർകൂളറിനായിരിക്കും പണി കിട്ടുന്നത്. കുറച്ചും കൂടെ ഒന്ന് അധ്വാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ട് നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട ആ ഇടി കുറച്ചും കൂടെ അകത്തോട്ടാക്കിയിട്ട് നമുക്ക് കണ്ടൻസറും റേഡിയേറ്ററും കൂടെ കേടാക്കാൻ പറ്റും. അപ്പം അത്തരത്തിൽ അധ്വാനിക്കുകയാണെങ്കിൽ ഇത് കേടായി കഴിഞ്ഞാൽ, അതായത് റേഡിയേറ്റർ, കണ്ടൻസർ, അത് കണക്ക് തന്നെ ഇതിൻ്റെ ഇൻ്റർകൂളർ, ഈ സാധനമൊക്കെ ഒരുമിച്ച് ഡാമേജ് ആയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ചിലവാകുന്ന കാശിന് കയ്യും കണക്കുമായിരിക്കും കാണത്തില്ല. നല്ല രീതിയിലുള്ള ദിമ്പിടി ചിലവാകും. അതുപോലെ തന്നെ ഇതിലിപ്പോൾ നമ്മൾ ചെറിയ തട്ടുകെട്ടിന്ന് വിചാരിച്ചോ, നമ്മളെ കഷ്ടകാലത്തിന് എന്തെങ്കിലും ഒരു ഹമ്പ് ആടുമ്പോഴും എന്തെങ്കിലും രീതിയിൽ ഇടിച്ചെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കൂടുതലും സംഭവിക്കുന്നത് എന്തായിരിക്കും അറിയോ? ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ ലെഗോ അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർകൂളറിൻ്റെ ലെഗോ, അതുമല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർകൂളറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചുതരാം, പഴയതെടുത്തും ജസ്റ്റ് കാണിച്ചുതരാം. ഇൻ്റർകൂളറിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന ജോയിൻറ്റ് കണ്ടോ, ഈ ഒരു ഭാഗത്ത് വരുന്ന ജോയിൻറ്റ് ഇത് ഇടിച്ച് മടങ്ങി പോകാനോ നൂന്ന് പോകാനോ ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ഇതിനിപ്പം ലീക്ക് കാണിക്കുന്നത് താണ്ടേ
ഈ ഒരു സൈഡിൽ നിന്നാണ് ലീക്ക് കാണിച്ചുകൊണ്ട് നല്ല രീതിയിൽ ലീക്കാണ്. അപ്പം ആ ഒരു കേസ് ലീക്ക് എന്ന് പറഞ്ഞാൽ എയർ ലീക്കിൻ്റെ കേസിട്ടാണ് കേട്ടോ. അങ്ങനെ വരുന്നൊരു ഇത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും വന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു കേസിട്ട് വരികയാണെങ്കിൽ നമുക്കിത് ഒട്ടിക്കുന്നതിൽ കുറേ പരിധിയുണ്ട്. അതായത് ഇൻ്റർകൂളർ ഒട്ടിക്കുന്നതിൽ കുറേ പരിധിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റേഡിയേറ്റർ ഹോൾഡർ അല്ലെങ്കിൽ റേഡിയേറ്റർ സപ്പോർട്ടർ പൊട്ടിയാണെങ്കിലും നമുക്ക് ഈ ഒരു ഐറ്റവും റിപ്പയർ ചെയ്യുന്നതിൽ ഒരു പരിധിയുണ്ട്. ചനവിന പൊട്ടിപ്പോയെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സാധനം മാറേണ്ടി വരും. ഈ ഒരു ഐറ്റം മാറണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സെറ്റ് ഫുള്ളും മൊത്തത്തിൽ ഊരിയെടുത്താൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുൻഭാഗത്ത് നിന്ന് ഈ ക്രോസ് മെമ്പറിൻ്റെ ഭാഗത്താണ് ഇടി കിട്ടുന്നതുണ്ട്, ഈ ഫ്രണ്ട് വരുന്ന ക്രോസ് മെമ്പറിൻ്റെ ഭാഗത്ത് ഇടി കിട്ടുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, വലിയ സീനൊന്നും വരില്ല. ഈ ഫ്രണ്ട് ഈ റേഡിയേറ്റർ ക്യാരിയറും കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റ് വരത്തില്ല. പക്ഷേ അടിഭാഗം വല്ലതും ഇടിച്ചാൽ നമുക്ക് നല്ലൊരു ഇടി നേരിട്ട് കിട്ടണം എന്നില്ല, അടിഭാഗം ഇടിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഈ പോച്ചപ്പുറത്തും കണ്ട കുന്നിലും കുഴിയിലും ഈ റോഡിൽ നല്ല രീതിയിൽ കട്ടറും ഇപ്പോഴത്തെ റോഡൊക്കെ പണിയിറക്കില്ലേ, നല്ല രീതിയിൽ കട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൂടെയൊക്കെ അന്യായമായിട്ട് കാല് കൊടുത്ത് ഓട്ടിക്കുകയാണെങ്കിൽ വല്ലയിടത്തും ചെറിയൊരു ഇടി കിട്ടിയാൽ മതി, നല്ല പണിയുണ്ട്. ചിലപ്പോൾ കാണുമ്പം ഒന്നും കാണില്ല, ഈ സാധനം പൊട്ടിയടന്ന് തൂങ്ങിക്കിടക്കും. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിടന്ന് ഓടി 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 വരുമ്പോഴത്തേക്ക് കണ്ടൻസർ ഡാമേജ് ആവാം, അത് കണക്കിന് റേഡിയേറ്ററിൻ്റെ ലെഗും കാര്യങ്ങളും ഡാമേജ് ആവാം, ഈ ഒരു ഇൻ്റർകൂളറിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങൾ ഡാമേജ് ആവാം. അതുകൊണ്ട് തന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഒരല്പം ഇപ്പം നിങ്ങൾ സ്പീഡിൽ ഓടിക്കണ്ടെന്നല്ല, നല്ല റൂട്ടിൽ കൂടെ മാത്രം ഓടിക്കുക. അതായത് നിങ്ങളെ കയ്യിലിരിക്കുന്ന സാധനത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും രീതിക്കനുസരിച്ചും ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വരുന്ന മിക്ക പോളോയ്ക്കും വരുന്നൊരു കേസിട്ടാണ് തട്ടുമായിട്ട് ബന്ധപ്പെട്ട്. ചെറിയ തട്ട് മതി, വലിയതായിട്ട് ഇടിയും പിടിയൊന്നും വേണ്ട. ചെറിയ തട്ട് വരുന്ന വണ്ടിക്ക് വരുന്ന മിക്ക വണ്ടിക്കും വരുന്നൊരു കേസിട്ടാണ്. ഇങ്ങോട്ട് അടുത്തോട്ടേ ഇതേ കണക്ക് ഇത് കണ്ട ഇതുപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ലെഗും കാര്യങ്ങളൊക്കെ പൊട്ടി വരുന്ന കേസിട്ട് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കേസിട്ടായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് വലിയ രീതിയൊന്നും നമുക്കൊരു ഫീലിംഗ് ഒന്നും ഇല്ല അത് കാണുമ്പം. അതുപോലെ തന്നെ ഇതിൻ്റെ ബമ്പറൊക്കെ ഇളക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇൻ്റർകൂളറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്ക് ബമ്പറൊക്കെ ഇളക്കുമ്പോഴത്തേക്ക് 101 അല്ലെങ്കിൽ 1001 സ്ക്രൂ ഒക്കെ കാണും ചില വണ്ടിയിൽ. ചില വണ്ടിക്കൊക്കെ മുൾക്കിരീടം വെച്ചേക്കുന്ന കണക്കായിരിക്കും സ്ക്രൂ ഒക്കെ അടിച്ച് വെച്ചേക്കുന്നത്. കാര്യം വെച്ചാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തിക്കയറ്റും, പൊട്ടിക്കും, കൊണ്ടുവന്ന് എവിടെയും കൊടുത്ത് സ്ക്രൂ അടിക്കും, പിന്നെയും കുത്തിക്കയറ്റും, പൊട്ടിക്കും, സ്ക്രൂ അടിക്കും. ഈ സ്ക്രൂ അടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. ഈ സ്ക്രൂ ഒക്കെ ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് മുൾക്കിരീടം വെച്ച് കൊടുക്കുന്ന കണക്കാണ് ചിലർ സ്ക്രൂ അടിച്ച് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പോളോ ഉണ്ട്, നിങ്ങളൊരു ഫോക്സ് വാഗൺ വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരല്പം കെയർ ചെയ്ത് ഉപയോഗിക്കുക. ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ വെച്ച് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുക. നമ്മളെ കയ്യിരിക്കുന്ന വണ്ടിക്ക് പൊക്കക്കുറവാണ്, ഇത് കണക്കൊരു പ്രശ്നമുണ്ട്, അടിയിടിച്ചാൽ അല്ലെങ്കിൽ ചെറിയ ഇമ്പാക്റ്റ് ഇട്ടാലും പെട്ടെന്ന് ഡാമേജ് വരുന്ന സാധനമാണ് എന്ന് മനസ്സിലാക്കി അത്തരത്തിൽ ഓട്ടിക്കുക. നല്ല ബൈപ്പാസിലേക്ക് കിട്ടുമ്പോൾ നിങ്ങൾ 100-ലോ 150-ലോ 160-ലോ 200-ലോ എങ്ങനെ വെച്ചാൽ ഓട്ടിച്ചോ. കണ്ട കുണ്ടിലും കുഴിയിലും അവിടെ ഇവിടെയൊക്കെ കുത്തിക്കൊണ്ടുപോയിട്ട് അവസാനം ഇത് പൊട്ടുമ്പം കൊണ്ടുവന്ന് കാശില്ലെന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് തച്ച് വെച്ചിട്ട് കാര്യമില്ല. ഇതിപ്പം തൽക്കാലം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ചനമന പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകം ഉള്ളവരെല്ലാം ശ്രദ്ധിച്ചോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ മറ്റൊരുന്നവരെ ബൈ.